ചേച്ചി പ്രശ്നക്കാരിയായാൽ മതിയല്ലോ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും അല്ല, തിരിച്ച് ഞാൻ പ്രശ്നക്കാരി. ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഇങ്ങനെ ഒന്നും നിന്നാൽ പറ്റത്തില്ല, നീ കുറച്ചും കൂടെ ബോൾഡ് ആവണം, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോഴാണ് എനിക്കൊരു പെട്ടെന്നൊരു മാറ്റം വന്നത്. ഞാൻ പൂർണ്ണമായിട്ടും ഒരാളിൽ അടിമപ്പെട്ട് ജീവിക്കണം, ആള് പറയുന്നത് മാത്രമാണ് എൻ്റെ വാക്ക്, അയാളില്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നാളെ ഞങ്ങൾക്കൊരു മൈക്ക് എടുത്തിട്ട് ഈ വൃത്തിയോട് ഞങ്ങൾക്ക് അവിടെ പോയി പറയാൻ പറ്റും. എന്ന് പറയുന്നതിൻ്റെ ആ മാനദണ്ഡം എവിടെ വെച്ചേക്കണം എന്നുള്ളത് എനിക്കറിയില്ല ഇതുവരെ. ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വോട്ടവകാശം ഉണ്ടോന്നെങ്കിലും ചിന്തിക്കണം. എന്റെ മോൾക്ക് പ്രേമം ഉണ്ടായി. എന്നെ കാലുറപ്പിച്ച് നിർത്തിയത് അളിയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്, പ്രത്യേകിച്ച് കൗമുദി ചാനൽ. അന്ന് ആ ചാനൽ പറയുവാണ്, ഇത്രയും നെഗറ്റീവുള്ള ഒരാളെ ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ കരിയർ, എൻ്റെ ജീവിതം എല്ലാം നിന്ന് പോയേനെ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച നമ്മുടെ അളിയൻസ് 1300-ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. അളിയൻസിൻ്റെ എല്ലാം നെടുന്തൂൺ, ഹൃദയം, അങ്ങനെ എന്ത് വേണോ വിശേഷണങ്ങൾ ആകാം. തങ്കവും ലില്ലിയുമാണ് നമുക്കൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. മഞ്ജേച്ചി നമസ്കാരം, സമി ചേച്ചി നമസ്കാരം. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ കാണും. മഞ്ജേച്ചി എനിക്ക് ഞാൻ ആദ്യം എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം പറഞ്ഞ് തുടങ്ങട്ടെ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൈബർ അറ്റാക്ക് നമ്മളെയും തേടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരസ്പരം നമ്മൾ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് വന്ന ആശ്വാസം, ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് വായിച്ച് ഞാൻ കരയുമായിരുന്നു, എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ്. അപ്പം അതിന് ആദ്യമേ ജീവിക്കാൻ പ്രേരിപ്പിച്ചതിന് താങ്ക് യു. അങ്ങനെയല്ല, ഞാൻ അതിൽ കൂടി കടന്നു വന്ന ഒരാളാണ്. എന്നെ ഒരുപാട് പേര് അതേപോലെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ഇവരൊക്കെ തന്നെ. അപ്പം നമ്മളെ പോലെ വിഷമിക്കുന്ന വേറൊരാളെ കാണുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ, നമുക്കേ മനസ്സിലാവും. അതെ. ഓക്കെ, അപ്പോൾ 1300 എപ്പിസോഡിന്റെ ഒരു ജൈത്ര യാത്രയിലാണ്. അത് ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ താണ്ടട്ടെ. പക്ഷെ അതിന്റെ ഒരു സന്തോഷം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സന്തോഷം എല്ലാവരും പറയുന്നു അത് നിങ്ങളുടെ ഐശ്വര്യമാണെന്ന്, ശരിയാണോ? ഓക്കെ, ഞങ്ങളുടെ ഐശ്വര്യം എന്നല്ല, ഇത് ഒരു നന്മയുടെ കൂട്ടായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ അളിയൻസ് എന്ന് പറയുന്നത് ആവശ്യമുള്ളവര് മാത്രം നിലനിന്ന, അതായത് ഇതുകൊണ്ട് ജീവിക്കണം എന്ന് ഉള്ള അങ്ങനെയുള്ളവർ മാത്രം ചേർന്ന് വന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇപ്പോഴും ഇതില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരാണ്. ഇതിൽ കൂടെയാണ് ഞങ്ങൾക്ക് എല്ലാം കിട്ടിയത്. അപ്പൊ മുകളിലിരിക്കുന്ന ആൾക്കറിയാം ഇത് ഇവർക്ക് ആവശ്യമുള്ളതാണ്, ഇതുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് എന്നറിയാം. അതുകൊണ്ട് അതിൻ്റെ എല്ലാം ഇവിടെ മറ്റ് ജോലിക്കാരുടെ ഇടയിലാണെങ്കിൽ ഇവിടെയുള്ള കുഞ്ഞ് ആർട്ടിസ്റ്റുകളുടെ, ഏറ്റവും ആദ്യം വരുന്ന ആർട്ടിസ്റ്റുകളുടെ ഉള്ളിൽ പോലും ഒരു പ്രാർത്ഥനയുണ്ട്, അയ്യോ ഞങ്ങളുടെ ഒരു സ്പേസ് ആണല്ലോ ഇത്, എന്നിങ്ങനെ നിലനിൽത്ത് പോരണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതായിരിക്കും. ഓക്കെ, ഇപ്പൊ മഞ്ജു ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി സിനിമയൊക്കെ ചെയ്തു, അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്? അയ്യോ, ഞാൻ ചൂസ് ചെയ്തത്, നമുക്കെപ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. ഇന്ന് സിനിമ ഉണ്ടായ ഇനി അടുത്ത മാസം ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഒരു സ്ഥിര വരുമാനം എന്നുള്ളത് തന്നെയാണ്. പിന്നെ അറിയാവുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ, അപ്പോൾ സമാധാനമായിട്ട് വർക്ക് ചെയ്യാമല്ലോ എന്നുള്ളത് തന്നെയായിരുന്നു. ഞാൻ എവിടെയോ ഒരു ഇന്റർവ്യൂല് കണ്ടു, ചേച്ചിയാണ് സൗമ്യ ചേച്ചിയെ വിളിച്ചത് എന്ന്. അയ്യോ, അങ്ങനെയല്ല. ആദ്യം വിളിച്ച് ഫോണിൽ സംസാരിച്ചു? അങ്ങനെയല്ല, എന്നെ ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ രാജ് സാറ് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതിന് ഒരു 2 ദിവസത്തിന് മുന്നേ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞ്. അപ്പൊ എനിക്കൊരു ടെൻഷനായിരുന്നു, ഒറ്റയ്ക്കൊക്കെ ഇത്രയും എന്നുവെച്ചാൽ തിരുവനന്തപുരത്ത് വരണം, 15 ദിവസത്തോളം മാറി നിൽക്കണം. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കാം. പക്ഷെ അങ്ങനെ ഒരാൾ വിളിക്കില്ല സാധാരണ. ഒരു സീരിയലിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കൂടെ ഉള്ളവരൊന്നും വിളിച്ചിട്ട് അങ്ങനെ ഇവിടെ വാന്നൊന്നും ഒരാളും പറയത്തില്ല. അങ്ങനെ ചേച്ചി വിളിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരാൾ വിളിച്ചല്ലോ. അതെന്താന്നറിയാവോ, സാധാരണ ഒരു സീരിയലിന്റെ സെറ്റ് പോലെ അല്ല നമ്മുടെ ഇവിടെ. ഇപ്പോ ലില്ലി എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് അനിയത്തിനെ പോലെ തന്നെയാണ്. അത് അങ്ങനെ കുറെ വർഷങ്ങൾ കൊണ്ട് അങ്ങനെ അങ്ങോട്ടായി. ഇപ്പൊ ക്ലീറ്റോ ഭർത്താവ് അല്ലെങ്കിലും ക്ലീറ്റോനോട് ഭയങ്കര ഒരു അടുപ്പമുണ്ട്, നമുക്ക് ആ ഒരു സ്നേഹമുണ്ട്. കനകൻ, അമ്മ ഞാൻ ഇതുവരെ സേതുലക്ഷ്മി അമ്മ എന്ന് അങ്ങനെ വിളിച്ചിട്ടില്ല, അമ്മയെന്നാ വിളിക്കുക. അപ്പൊ മുത്ത് എന്റെ മോള് തന്നെയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും തമ്മിൽ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് വരുന്നത് എന്റെ അനിയത്തിയാണ് എന്നുള്ളൊരു ധാരണ, അവർക്കൊരു പ്രശ്നം വരരുത്, ധൈര്യമായിട്ട് വരട്ടെ എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു വിളിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് അവിടെ ഒരു ഓക്കെ ഇനി ഒന്നും പേടിക്കണ്ട എന്നുള്ളൊരു
ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ശരിക്കും രണ്ടുപേരും ഇരിക്കുമ്പോ അടയും ചക്കരയും പോലെ ഒരമ്മയ്ക്ക് പറ്റ രണ്ട് കുട്ടികളെ പോലെ. നിങ്ങൾ ശരിക്കും ക്യാരക്ടറിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വരച്ചേർച്ചകളൊക്കെ വരുമെങ്കിലും തമ്മിൽ അങ്ങനെയില്ല. ഇതുവരെ ഞങ്ങൾ തമ്മിൽ അതെല്ലാ ഇന്റർവ്യൂവിലും ഞങ്ങൾ പറയാറുണ്ട്. കാരണം എല്ലായിടത്തും പെണ്ണുങ്ങളാണ് പ്രശ്നം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല. അതിപ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നം, ആണുങ്ങൾ പ്രശ്നമില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. ഓക്കെ, ഈ പറയുന്ന പോലെ അളിയൻസ് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്. അക്കൂട്ടത്തില് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് രണ്ടുപേരും ഒരു അതിലെ ആ വീട്ടിലെ ഒരു ഇഷ്ടിക പോലും വേറെ ആളുടെ സമ്പാദ്യം ഇല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. വീട് വെച്ച് രണ്ടുപേരും, ഞാനും വീട് വെച്ച് ചേച്ചി. അപ്പൊ എനിക്കത് ഒരുപാട് എനിക്ക് മനസ്സിലാവും അത്. അപ്പൊ ആ ഒരു സന്തോഷം പറയൂ. അയ്യോ, അത് ഭയങ്കര സന്തോഷമല്ലേ. കാരണം വലിയ അച്ചീവ്മെന്റ് ആണ്. നമ്മള് സ്വന്തമായിട്ട് സ്ഥലം, ഞങ്ങൾ രണ്ടുപേരും സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചതാണ്. വാങ്ങിച്ച് അവിടെ വീട് വെക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഓ ഇതൊക്കെ നമ്മൾ ഒറ്റക്കല്ലേ ഉണ്ടാക്കിയത്, പിന്നെ എന്തിനാ നമ്മൾ ഇത്ര വലിയ ടെൻഷൻ അടിക്കുന്നത് ചിന്തിക്കും. പിന്നെ ഇങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ പറയുമല്ലോ. ഓഫ് കോഴ്സ് നമ്മളെ എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ പറ്റില്ല. അപ്പൊ അങ്ങനെ അല്ലാത്തവര് നമ്മളെ കുറ്റം പറയും, അത് വന്ന വഴി മറന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും വന്ന വഴി മറക്കാതിരിക്കാൻ അവിടെ ഒരു സാധനം ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട് നമ്മള്. ഇത് അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട്, നമ്മൾ അതിന് എടുത്ത എഫേർട്ട്, ഇതെല്ലാം നമ്മൾ അന്നേരം ഓർക്കും. അത് ആ ഹോളിൽ കയറി ഇങ്ങനെ നിൽക്കുമ്പോ ഒരു സാമ്രാജ്യം. ചില സമയത്ത് നമുക്ക് പൈസേനേക്കാളും അപ്പുറത്തേക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. പൈസ നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ വേറുള്ള പല 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 കാര്യങ്ങളില്ലേ, അതൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ, ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങളുടെ അച്ചീവ്മെന്റ്സ് തന്നെയാണ്. ഇപ്പൊ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ, അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. ഇപ്പൊ ചേച്ചി ഇപ്പൊ അവള് ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും അത് വൻ വൈറലായത് എന്തുമാത്രമാണ് ആൾക്കാർക്ക് അത് റിലേറ്റബിൾ ആയി എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നിലേക്ക് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അപ്പൊ ചേച്ചിയുടെ മറുപടി അഭിമാനം. കുറച്ചു മുമ്പ് അതിനുശേഷം കുറെ ഇന്റർവ്യൂസ് കഴിഞ്ഞ ചേച്ചിയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ അഭിമാനം. അപ്പൊ നമ്മൾ പരസ്പരം അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മള് എല്ലാ മാസം 15 ദിവസം ഞങ്ങൾ ഇവിടെയാണ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും വീടുകളിൽ പോകും, ഞങ്ങൾ രാത്രി ഒന്നിച്ച്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നടക്കാൻ പോകും, അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ ഇവിടെ കലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇത് തന്നെ ഞങ്ങള് ഒരു മാസത്തിൽ പകുതി ദിവസവും ഞങ്ങൾ ഇവിടെ അല്ലേ. ഉറങ്ങുന്ന ടൈമിലാണ് അല്ലാത്ത സമയത്ത് കുക്ക് ചെയ്യാനും അരിയാനും പിടിക്കാനൊക്കെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ ബോണ്ട് ആയിരിക്കും അല്ലേ, അതൊരു നാച്ചുറൽ ആയിട്ട് അത് ഇവിടെയും സംഭവിക്കും. അതുകൊണ്ടാണ് ചിലപ്പോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യുന്നോണ്ടാണ്. ഇപ്പൊ ഞാൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു പ്രശ്നം, ചേച്ചി പ്രശ്നക്കാരി ആയാൽ മതിയല്ലോ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് ഞാൻ പ്രശ്നക്കാരി, ഒരു കുഴപ്പമില്ലാത്ത അതെ. അപ്പൊ അങ്ങനെ രണ്ടുപേരും ചിലപ്പോ പല കാര്യങ്ങൾക്ക് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ടു, ഇടയ്ക്ക് സ്പേസ് മാറിയപ്പോ വീട് തന്നെ നോക്കിയാൽ മതിയോ, ഫ്ലാറ്റിലേക്ക് പോണോ എന്ന് ചേച്ചി ചോദിച്ചത്. ആ സ്പേസ് സ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഞങ്ങൾ രണ്ടുപേരും രണ്ട് കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ്. അല്ല, കോവിഡ് വരെയാണ് നമ്മള് ഹോട്ടലുകളിൽ താമസിച്ചിരുന്നത്. അതിനുശേഷം നമ്മള് വീടെടുത്ത്, അപ്പൊ എല്ലാ വീടെടുക്കുന്ന സമയത്തും ചേച്ചി എന്നോട് ചോദിക്കും, നിനക്ക് വേറെ കാരണം എന്താന്ന് വെച്ചാൽ വീട്ടിൽ ചെന്ന പണി ഉണ്ടാവേ. ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന പണി ഉണ്ടാകും. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാനാകുമ്പോ അവൾ എന്തായാലും വന്ന് ചെയ്യും. അപ്പൊ അതുകൊണ്ടിട്ട് ഇനിയിപ്പോ അവൾക്ക് ഫ്രീ ആയിട്ടിരിക്കണോ, ഇനിയിപ്പോ ആ ഒരു വീടിന്റേതായ അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത്. ഇപ്പൊ ഹോട്ടലിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യണ്ട, ചെല്ലുക, കുളിക്കുക, കിടക്കുക മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ലല്ലോ. നമുക്ക് ചിലപ്പോൾ പാത്രം കഴുകാനുണ്ടാവും, പെരടിച്ചു വരാനുണ്ടാവും, തുണി വിരിക്കാനുണ്ടാവും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് അവൾക്കൊരു ബുദ്ധിമുട്ടാവരുത്. ടയേർഡായിട്ടല്ലേ ഒന്നാമത് ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷെ എനിക്കറിയാം അവള് നോയെ പറയുള്ളൂ എന്നറിയാം. ഞാൻ പറയും ചേച്ചി എവിടെയാണോ അവിടെ ഞാൻ ഉണ്ടാവും എന്ന് പറയും. അല്ലാതെ നമ്മുടെ ലാലേട്ടന്റെ 2 സിനിമകളിലെ കാമുകിമാരാണ് പോയ പ്രണയം.
അല്ലേ? ഞാൻ അങ്ങനെ ഒരു സാമ്യതയുണ്ട് രണ്ടുപേരും തമ്മിലുണ്ട്. ഞാനെന്നാ ഇങ്ങനെയൊക്കെ കുറെ സാമ്യതകൾ എന്തോ എവിടെയോ ഒരു കണക്ഷൻ പോലെ. ഓക്കെ, ഇപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ചേച്ചി സെന്റിമെന്റ്സ് ആ ഒരു തരത്തിലുള്ള മീൻസ് ആ സിറ്റുവേഷൻസ് ഒക്കെ അഭിനയിക്കുന്നത് വളരെയധികം റിയലിസ്റ്റിക് ആണ്, ഭയങ്കര ടച്ചിങ് ആണ്. അപ്പോൾ ഇതുപോലെ ചേച്ചി മഞ്ജു ചേച്ചി നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു പഠിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ? രണ്ടുപേർക്കും കേട്ടോ, രണ്ടുപേർക്കും. അല്ല, ചില സമയത്തൊക്കെ ആദ്യമൊക്കെ വന്ന ഇടയ്ക്കൊക്കെ എപ്പോഴും ചെന്ന് ചേച്ചി എടുത്ത് ചോദിക്കുമായിരുന്നു, ചേച്ചി അത് എന്താ ചേച്ചി ഞാൻ അത് എങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ ചേച്ചി എനിക്ക് പറഞ്ഞുതരും, അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുതരും ഇപ്പോഴും. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇങ്ങനെ ഒരു പാവത്തിനെ പോലെ ഇങ്ങനെ നിന്ന് പെർഫോം ചെയ്ത് കുറച്ച് നാള് അവിടെ ഒന്ന് ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഇങ്ങനെ ഇന്ന് നിന്നാൽ പറ്റത്തില്ല, നീ കുറച്ചും കൂടെ ബോൾഡ് ആവണം, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോഴാണ് എനിക്കൊരു പെട്ടെന്നൊരു മാറ്റം വന്നത്. അപ്പോഴാണ് ലില്ലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൂടുതൽ ചെയ്യാനുണ്ടായത്. എന്ത് പറഞ്ഞാലും അതിന് ശരി അങ്ങനെ പറയുന്നത്. ചിലപ്പോ അത് സ്ക്രിപ്റ്റിലും അങ്ങനെ തന്നെയാണ് എഴുതി വന്നോണ്ട് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്തതുകൊണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ചേച്ചി പറഞ്ഞു, ഇനി നീ ഇങ്ങനെ പറ്റത്തില്ല, നീ കുറച്ചും കൂടെ ഡയലോഗ്സ് ഇല്ല, അവൾക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ല, എല്ലാത്തിനും ഇങ്ങനെ ഒരു നിഴല് പോലെ നിൽക്കുന്ന ഒരാളായിട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഭയങ്കര എനിക്ക് തന്നെ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് വന്ന്, പിന്നെ എന്തെങ്കിലും എനിക്ക് ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ചില സീനുകളൊക്കെ വരുമ്പോൾ, ഓ ചേച്ചി അത് എന്ത് ചെയ്യും, രാജ് സാറാണ് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത്, എനിക്ക് പേടിയാന്ന് പറയും. അപ്പൊ ചിലപ്പോൾ ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിലൊക്കെ കൊണ്ടുപോയി പിടിച്ച് വലിച്ചിട്ട് പറയും, ചേച്ചി ഒന്ന് പറഞ്ഞു ചേച്ചി ഞാൻ എന്ത് ചെയ്യും എന്ന് പറയും. അങ്ങനെയൊക്കെ ചോദിക്കും, അതിപ്പോഴും ചോദിക്കും. അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ ഡയറക്ടർ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ എങ്ങനെയാ? അല്ല, അങ്ങനെയില്ല. സാറിന്റെ ഉണ്ടല്ലോ മുഖം തെളിയൂല, മനസ്സിലാവില്ല ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മനസ്സിലാവില്ല. ചിലരുടെ നമുക്ക് മുഖത്തുനിന്ന് അറിയാൻ പറ്റുമല്ലോ നമ്മൾ ചെയ്ത് കഴിയുമ്പോ. അപ്പൊ രാജ് സാറ് ചിലപ്പോ ഒന്നും മിണ്ടാറില്ല, അപ്പൊ ഞങ്ങൾക്ക് ടെൻഷൻ. രാജ് സാറ് വന്നിരിക്കുമ്പോ തന്നെ നമുക്ക് കൈയും കാലം വിറക്കും. അയ്യോ, ഇത്ര 1300 എപ്പിസോഡായിട്ട് ഞങ്ങൾ വിറക്കും. കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? ഇനി നമുക്ക് വിശാലമായ ക്യാൻവാസിലേക്ക് സഞ്ചരിക്കാം. കമന്റ്സ് പണ്ടൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പോ അളിയൻസിന്റെ മിക്കവാറും ഇങ്ങനെ സജഷൻസ് ഒക്കെ വരുന്നത് കാരണം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതല്ലാതെ പൊതുവെയുള്ള കമന്റ്സ് നോക്കല് ഭയങ്കര കുറവാ. അത് ഈ പറയുന്ന പോലെ പലതരം അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഭയങ്കര കൺഫ്യൂസിങ് ആക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നമ്മൾ ചേച്ചിമാരും വലിയ ആർട്ടിസ്റ്റ് തന്നെയാണ്. പക്ഷെ എങ്കിലും അങ്ങനത്തെ ഈ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഏത് തരം ആക്ടറാണ്, മെത്തേഡ് ആക്ടറാണോ? അങ്ങനെ ബാക്കി എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചേച്ചി നിങ്ങൾ എങ്ങനെയാ സീൻ തരുമ്പോ ഡീൽ ചെയ്യണേ? എന്താന്ന് ഒരു മനസ്സിലായില്ല. സീൻ എന്താണെന്നറിയോടാ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മൾ രാവിലെ ഒരു സെഷൻ ഉണ്ട് ഇവിടെ, സ്ക്രിപ്റ്റ് കൊണ്ടുവരുന്നു, എല്ലാവരും വട്ടം വളഞ്ഞിരിക്കും, എല്ലാവരും ഇരുന്നിട്ട് അതിങ്ങനെ വായിച്ച് അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. അപ്പൊ അതിന് റിപ്ലൈ കിട്ടും. അപ്പൊ അതുമായിട്ട് തർക്കിക്കും. അതെങ്ങനെ, അപ്പൊ ഇതിങ്ങനെ ചെയ്താൽ പോരെ, അതിന് അവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ, ഇത് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പൊ ഒരു ശരിയല്ല, അപ്പൊ പിന്നെ അതിന് മാറ്റം വരണമല്ലോ, ഉടനെ റൈറ്ററിനെ വിളിക്കും. അങ്ങനെ ഒരു വലിയ ഡിസ്കഷൻ ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഇത് സീനിലേക്ക് പോകുന്നത്. അപ്പൊ എന്താ സംഭവിക്കണേന്ന് വെച്ചാല്, ഇവളെന്താ ചെയ്യാൻ പോണേന്നുള്ളതും എനിക്കറിയാം, ഞാൻ എന്താ ചെയ്യാൻ പോണേന്നുള്ളതിന്റെ എല്ലാവർക്കും എല്ലാവരുടെ കഥയും ക്യാരക്ടറും ഡയലോഗ്സ് വരെ അറിയാൻ പറ്റും. കാരണം അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് അത് വായന കഴിയുമ്പോ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് മുക്കാലും കയറും. പിന്നെ ഏത് മെത്തേഡാണെങ്കിലും അഭിനയിക്കാം. ഇപ്പൊ ബ്ലാക്ക് കീസിന്റെ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ബ്ലാക്ക് കീസിന്റെ 1-2 വെബ് സീരീസ് പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പൊ അതിന്റെ കാരണം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓൾറെഡി ഇവിടത്തെ കുറെ എപ്പിസോഡ്സ് ഒക്കെ നമ്മൾ എഴുതാനായിട്ട് നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് എല്ലാ ആർട്ടിസ്റ്റുകളും. അപ്പൊ അത് ആ എപ്പിസോഡ്സ് എല്ലാം സൂപ്പർ ഹിറ്റും ആണ് എന്നുള്ളത് ക്രൂ മെമ്പേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഞങ്ങളൊക്കെ വല്ലപ്പോഴും മാത്രം എഴുതുന്നതാ. അപ്പൊ കഥയ്ക്ക് നമ്മുടെ ഉള്ളില് ഡെയിലി നമുക്ക് ഇങ്ങനെ എഴുതുന്നുണ്ടല്ലോ, ഡെയിലി എഴുതണ്ട. അപ്പൊ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഒരു കഥ വരും, അത് അതിന്റെ ഏറ്റവും മനോഹരമായിട്ടൊരു രീതിയിൽ എഴുതണം എന്ന് തോന്നും. മറ്റുള്ളവരെന്ന് പറയുന്ന റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഡെയിലി എഴുതണം. അപ്പൊ ഓഫ് കോഴ്സ് അതിനകത്ത് ഈ പറയുന്ന പോലെ അവരുടെ ഡെയിലി എഴുതുന്ന രീതികൾ ഉണ്ടാവും, ഒരേപോലത്തെ എഴുത്തിന്റെ രീതികളിൽ ഒരേപോലെയൊക്കെ വരുമായിരിക്കും. പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴും എഴുതുന്നത് കൊണ്ട് അതിനൊരു പുതുമ ഉണ്ടാവും. അതായിരിക്കും അത് നന്നായി വരുന്നു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓരോ ഏജിലും നമ്മൾ ഓരോ തരത്തിലുള്ള മനുഷ്യരാണ്. നമ്മൾ ചിന്തിക്കുന്നത് വേറെ തരത്തിലാണ്, ജീവിതത്തെ കാണുന്ന വേറെ തരത്തിലാണ്. ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ജീവിതം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് തോന്നുന്നത്? അതിനെ ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം ജീവിതം, എങ്ങനെയായിരിക്കണം ജീവിതം?
എന്തായിരിക്കണം എന്ന് പറഞ്ഞാല് ജീവിതം ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു 5 കൊല്ലം മുമ്പുള്ള എന്റെ ശരികള് ഇന്ന് ശരിയല്ല. അങ്ങനെ ശരിയല്ലാത്തൊരു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ കാഴ്ചപ്പാടുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അത് ഓരോന്നിങ്ങനെ എടുത്തു പറയാനായിട്ട് എനിക്കില്ല. പക്ഷെ ഒരു 10 വർഷം മുൻപ് ഞാൻ ചിന്തിച്ചിരുന്നത് ഞാൻ പൂർണ്ണമായിട്ടും ഒരാളിൽ അടിമപ്പെട്ട് ജീവിക്കണം, എൻ്റെ ആള് പറയുന്നത് മാത്രമാണ് എൻ്റെ വാക്ക്, അയാളില്ലാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്താഗതികളിലൂടെ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ മാറി. ആണായാലും പെണ്ണായാലും സ്വന്തം കാലിൽ നിൽക്കണം, അവർക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം, അതിനുള്ള ഒരു വഴി അവർ കണ്ടെത്തണം എന്നുള്ളതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ആക്ച്വലി BEd വരെ പഠിച്ച ഒരാളാണ്, പക്ഷെ അതിനൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. എനിക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചൊരു കുഞ്ഞുമായിട്ട് അങ്ങനെ ജീവിക്കണമെന്ന്. പക്ഷെ ജീവിത ലക്ഷ്യം തന്നെ കല്യാണം കഴിക്കുക അങ്ങനെയൊക്കെയായിരുന്നു. ഞാനൊക്കെ വളർന്നു വന്നൊരു സാഹചര്യത്തിന്റെ ആയിരിക്കും, ആ ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി ഒരു ജോലിയുടെ പ്രസക്തി എന്താണെന്നും നമ്മളുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ബലം എന്താണെന്നൊക്കെ ഉള്ളത് പിന്നീടാണ് മനസ്സിലായത്. അത് അപ്പം ഇപ്പോ ജീവിതം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി എന്താ പറയാ, നമുക്ക് കുറെ ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മൾ എത്ര ഇല്ലാന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റണം. ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് എല്ലാവരോടും സ്നേഹം തോന്നി തുടങ്ങിയത്. എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ തന്നെ മതി. എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മറ്റത് ഞാൻ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യും. എനിക്ക് ആരുമില്ല, എനിക്ക് ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരും മതി, ബാക്കി എനിക്ക് എന്നെ നോക്കാൻ അറിയാം എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ്. ചേച്ചിക്ക് എന്താ വ്യത്യാസം വന്നത്? ഞാൻ കേട്ടങ്ങ് സുഖിച്ചിരിക്കുകയാണ്. അവള് പണ്ടേ ഭയങ്കര അല്ല, ഞാൻ ചേച്ചിയുടെ ഈ ഇതിൽ നിന്ന് ഞാൻ തികച്ചും വ്യത്യസ്തയാണ്. കാരണം ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ, ചേച്ചി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ആയിട്ട് എവിടെയെങ്കിലും പോയി ഒരാളുടെ കീഴിൽ, ഞാൻ പണ്ട് എനിക്ക് കുറെ വർഷം തൊട്ടേ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ ഒരാളാണ്. അതുകൊണ്ട് ചേച്ചിയുടെ ഈ ഒരു ഇതിൽ നിന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തയാണ്. ഞാൻ പണ്ട് തൊട്ടേ കുറച്ചും കൂടെ ഇങ്ങനെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്ത് വന്നതുകൊണ്ട് ശരിക്കും എന്നെ ഇങ്ങനെയൊക്കെ ആക്കാനെങ്കിൽ ഇവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവളെന്നെ എപ്പോഴും വഴക്ക് പറയായിരുന്നു. ഞാനാണ് എപ്പോഴും ചേച്ചി എടുത്ത്, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് കാറുണ്ട്, അപ്പോഴും ഞാൻ പറയും ചേച്ചിയോട്, ചേച്ചി വണ്ടി എടുക്കണം, വണ്ടി ഓടിക്കാൻ പഠിക്കണം, എപ്പോഴും വഴക്ക് പറയുന്നത് സൗമ്യായിരുന്നു. ഇപ്പോ ഈ ഒരു നല്ല കുട്ടി ഇമേജ്, നല്ല പെൺകുട്ടി, നല്ല സ്ത്രീ, ആ ഇമേജിന് വേണ്ടിയിട്ട് നമുക്ക് പണിപ്പെടേണ്ടതുണ്ടോ ഇന്നത്തെ കാലത്ത്? മീൻസ് സോഷ്യൽ മീഡിയ അങ്ങനെ കിടക്കുന്നു, അവിടെ എന്തായാലും നമ്മൾ എങ്ങനെയാ നല്ലത് എന്ന് പറയുന്നതിന്റെ ആ മാനദണ്ഡം എന്നുള്ളത് എനിക്കറിയില്ല, ഇതുവരെ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അവനവൻ്റെ ഡ്യൂട്ടീസ് നന്നായിട്ട് ചെയ്യുക, കുറ്റബോധം ഇല്ലാതെ രാത്രി ഉറങ്ങാൻ പറ്റുക, നല്ല ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഞാൻ നല്ലതാണ്. ഇതിപ്പം മോക്ക് നല്ലതാവണമെന്നില്ലല്ലോ. എനിക്ക് ചേച്ചി നല്ലതാണ്. അത് ഓരോരുത്തർക്കും നല്ലത് വേറെ വേറെ അല്ലേ. ഇതിപ്പോ ഈ നല്ലത് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറെ മനുഷ്യരുണ്ട്. ഇപ്പോഴുള്ള എല്ലാവരും എനിക്ക് തോന്നുന്നു അല്ലെ, നല്ലതെന്ന് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ആരും നടക്കുന്നില്ല. എല്ലാവർക്കും എന്താണോ ഇഷ്ടം അതിനനുസരിച്ചല്ലേ ഇപ്പൊ ചെയ്യുന്നു. പണ്ടത്തെ പോലെ അയ്യോ അവര് കാണുമല്ലോ ഇവര് കാണുമല്ലോ, സമൂഹത്തിന്റെ പേടി അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചാണ് ഇപ്പൊ എല്ലാവരും, പെൺപിള്ളേർ എല്ലാവരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അവിടെ നിന്ന് താഴേക്ക് വളർത്തിക്കൊണ്ടുപോകുന്ന കുറച്ച് സോഷ്യൽ മീഡിയ പ്രവണതകളുണ്ട്. ഇപ്പൊ റീസെന്റ് ചേച്ചി പ്രതികരിച്ചതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇവിടെ വളരെ സമാധാനമായിട്ടിരിക്കുന്നു, ചിരിക്കുന്നു, വേറെ ആരെയും ദ്രോഹിക്കുന്നില്ല. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഒരു തലമുറയെ തന്നെ താഴോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രവണത. അതാണ് കറക്റ്റ് വേർഡ്. ഇനി വരുന്ന കുറെ ആളുകളെ ഇത് വല്ലാതെ മിസ്ലീഡ് ചെയ്യും. ഒരാളോട് ചോദിക്കാൻ പറ്റാത്ത, നമുക്കിപ്പോ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ പലതും പറയും, ഞങ്ങൾ തമ്മിൽ എന്തെല്ലാം വൃത്തികേട് പറയും. അത് പക്ഷെ ഞങ്ങളുടെ 2 ചെവിയുടെ ഉള്ളിൽ തീരുന്ന കാര്യമാണ്. ക്യാമറ കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ ഇടയിൽ തീരുന്ന കാര്യമാണ്. പക്ഷെ നാളെ ഞങ്ങൾക്ക് ഒരു മൈക്ക് എടുത്തിട്ട് ഈ വൃത്തികേട് ഞങ്ങൾക്ക് അവിടെ പോയി പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത്തരം തമാശകൾ നമുക്ക് റോഡിൽ നിന്ന് പറയാൻ പറ്റുമോ? അത് പാടില്ല. നമ്മൾ എത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ സാമൂഹ്യ ജീവികളാണ്, നമ്മൾ സമൂഹത്തിലുള്ളവരാണ്. ഇത് പറയുമ്പോഴത്തേനോ ഇവള് മറ്റേ ബിഗ് ബോസിൽ കാണിച്ചതൊക്കെ ഞാൻ കണ്ടെന്ന് പറയും. അങ്ങനെ പറയുന്നവരോടും എനിക്ക്
എനിക്ക് നോ കമന്റ്സ്. ഞാൻ അതിനകത്ത് ഒരു തെറ്റും കാണിച്ചിട്ടില്ല. എനിക്ക് മകനെ പോലെ തോന്നിയ ഒരു കുട്ടിയോട് വളരെ അടുത്തിടപഴകി എന്നുള്ളതല്ലാതെ ഞാൻ അവനടുത്ത് പോയിട്ട് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവനെ ഞോണ്ടാ നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ ഷോയുടെ ഭാഗമാണെങ്കിലും അതും പബ്ലിക്കിലേക്ക് വരുന്നതല്ലേ. ഷോയുടെ ഭാഗമാണെങ്കിലും അവിടെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് 101% ഉറപ്പാണ്. അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഇത്രയും ആളുകളുണ്ടല്ലോ, 18 പേര് അവിടെ ഉണ്ടായിരുന്നില്ലേ, ഇവരാരെങ്കിലും പറയട്ടെ മഞ്ജു അങ്ങനെ ആയിരുന്നു അതിനകത്തെന്ന് പറഞ്ഞാലും ഞാൻ ഓക്കെ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാം. എൻ്റെ കൂടെ നിന്നവർക്ക് അത് പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് അതിനകത്ത് നോ വറീസ്. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കണ്ടുവരുന്ന പ്രവണത, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ തുറക്കാറ് പോലും ഇല്ലേ ചേച്ചി ഫേസ്ബുക്ക് പേജ്. ഞാൻ അതേ ജീവിതം എന്റെ ഹൃദയം കൊണ്ട് സംസാരിച്ചിരുന്ന ആളാ. എനിക്ക് ഹൃദയം തുറക്കാൻ പറ്റുന്നില്ല. എന്റെ ഹൃദയം ഞാൻ വളരെ മീൻസ് ഇതിന് പബ്ലിക് ലൈഫ് വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് പ്രൈവറ്റ് ലൈഫ്, എനിക്ക് എന്റെ ജീവിതം, എന്റെ ഫ്രണ്ട്സ്, എന്റെ ജീവിതം പ്ലീസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടും നഗരവും ഒക്കെ ഒരു ഇലക്ഷൻ ചൂടിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. തങ്കം ഓൾറെഡി മെമ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ, അവരെങ്ങനെ കാര്യങ്ങളോട് പ്രതികരിക്കുന്നതൊക്കെ നോക്കാറുണ്ട്? ഒബ്സർവേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും നമുക്കൊരു ഈ പറയുന്ന പോലെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തകളൊക്കെ ഉള്ള ആളാണല്ലോ. പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നുമല്ല. ഇതില് ആക്ച്വലി എനിക്ക് ഈ മെമ്പർ ആവുകയാണെന്ന് പറഞ്ഞപ്പോ ഇതേപോലെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. മെമ്പർ ആയി കഴിഞ്ഞാൽ എനിക്ക് വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളാണ് അതിനകത്ത്. അപ്പൊ ഞാനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇതിനകത്തേക്കാണ് പോണത്. പക്ഷെ എനിക്കത് സാറിനോട് സംസാരിക്കണം എന്നുണ്ട്. ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു മെമ്പർ ആവണ്ട എന്ന് അങ്ങനെ ഒരു തോന്നല് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ സാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ വേറൊരു ഇച്ചിരി കാര്യഗൗരവമുള്ള ഒരു മെമ്പറായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ മെമ്പർ ക്യാരക്ടർ കണ്ടിട്ട് ഏതെങ്കിലും പാർട്ടിക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ ഇലക്ഷന് നിൽക്കുമ്പോ അറ്റ്ലീസ്റ്റ് വോട്ട് അവകാശം ഉണ്ടോന്നെങ്കിലും ചിന്തിക്കണം. അല്ല അത് എല്ലാ പ്രാവശ്യവും നമ്മൾ വോട്ട് ചെയ്തോണ്ടിരിക്കല്ലേ, ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാലും വലിയ കഷ്ടമായി പോയത്. നിൽക്കുവോ ഇലക്ഷന് നിൽക്കാൻ സാധ്യത? ഇവിടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഓൾറെഡി മെമ്പർ ആയിട്ട്. നല്ലത്. ഇപ്പൊ ഡാൻസ് ടീച്ചറുടെ ജീവിതം എങ്ങനെയാണ്? ഡാൻസ് ടീച്ചർ ആയിരുന്നു കുറെ നാളുകളായിട്ട്, ഇപ്പോഴും അത് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അവള് റിയൽ ലൈഫിലും ഡാൻസ് ടീച്ചറാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഈസി ചിരിക്കുന്ന മുഖം കണ്ടപ്പോ തോന്നി. ഇപ്പോ 1300 എപ്പിസോഡ്, ഓരോ പുതിയ ആൾക്കാർ വരുന്നു പോകുന്നു, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്ലീറ്റോ ഇപ്പം വി ഹെൽപ്പ് രാഷ്ട്രീയങ്ങൾ എന്ന് പറഞ്ഞാല് നാട്ടുകാർക്ക് വേണ്ട എന്ത് കാര്യവും ഫീസ് മേടിച്ച് ചെയ്തു കൊടുക്കും. അതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ ആളില്ലേ, ക്ലീറ്റോ വന്ന് മേടിച്ചു. സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടാൻ പറ്റുമോ? എന്ത് കാര്യം വേണമെങ്കിലും ആകാശത്തിനടിയിലുള്ള മിനിമം 5,000 ആണെന്ന് തോന്നുന്നു. ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യവും ഇതുപോലത്തെ കമന്റ് ഒക്കെ ആവുമ്പോ കുറച്ച് കൂടുതൽ എന്തായാലും പ്ലൂട്ടോയിലൊക്കെ ഇരുന്ന കമന്റ് ചെയ്യണം, എയറിലിരുന്ന കമന്റ് ചെയ്യണം അങ്ങനെ. അപ്പൊ ക്ലീറ്റോ അതാണ്. പിന്നെ കാനികൻ ഇപ്പം SI ആയി. അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നു. പിന്നെ മോൾക്ക് പ്രേമം ഉണ്ടായി. സമ്മതിച്ചൂടെ എന്റെ മുത്തിന്? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, എന്നെ അറിയാതിരിക്കാൻ നല്ലത്. അറിഞ്ഞാ ഞാൻ അപ്പൊ തന്നെ ഭയങ്കര സങ്കടം. എങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യണം എന്ന് പറയായിരുന്നു. എനിക്ക് ആ എപ്പിസോഡ് ഞാനാ എഴുതിയത്. ആണോ? അയ്യോ, ആ എപ്പിസോഡ് കണ്ടപ്പോ ഭയങ്കര സന്തോഷവും തോന്നി. കുറച്ചൊരു അയ്യോ അവള് നമ്മുടെ മോളെ പോലെ അല്ലേ, അപ്പൊ അത് കാരണം അയ്യോ അവൾക്ക് ലൈനോ അങ്ങനെ. ഞങ്ങളുടെയൊക്കെ ഇനിയുള്ള ഒരു ക്യൂരിയോസിറ്റി ഇതെന്താവും എന്നുള്ളതാണ്. ഇവരുടെ പ്രേമം അതൊക്കെ എങ്ങനെയാണെന്ന് കാണാൻ ശരിക്കും അത് പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇതെങ്ങനെയാകും, ഇവരുടെ പ്രേമം എങ്ങനെയാണെന്നൊക്കെ മാറി നിന്ന് കാണാനായിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങളുടെ ആഗ്രഹവും എന്താന്ന് വെച്ചാല് ഇതിങ്ങനെ നിക്കാതെ ഇങ്ങനെ കുറേ വർഷങ്ങൾ ഇങ്ങനെ പോണം. എന്നിട്ട് മുത്ത് കല്യാണമൊക്കെ കഴിച്ച് മുത്തിന്റെ കൊച്ചൊക്കെ ആകുമ്പോഴും ഞങ്ങൾ എന്തെല്ലാം ജോലികളാ, പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കണം, പൊട്ട തൊടിയിക്കണം, അങ്ങനെ നടക്കാൻ പാടില്ല, കളർ ചെയ്തൊക്കെ ഇരിക്കുന്നത് നമ്മള്. അങ്ങനെ അപ്പൊ അതുപോലെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗകര്യമൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയാണ്. ഇവിടെ ഒരു ചെറിയ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് അത്.
ചിലപ്പോൾ വരുമ്പോഴത്തേക്കും അവിടെ മേശപ്പുറത്തുള്ള ഗ്ലാസ് വെക്കുന്ന സ്റ്റാൻഡ് കാണൂല. അതെന്തിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നടക്കും. അതെവിടെ പോയി എന്ന് വെച്ചാൽ ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും ഞങ്ങൾക്ക് അത്രയും വാല്യുബിൾ ആണ്. പോലും നമ്മൾ രണ്ടായിട്ട് കാണുന്ന അടുക്കള ശരിക്കും പറഞ്ഞാൽ നീളത്തിലുള്ള ഒരു അടുക്കളയാണ്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കാണിക്കുന്നതാണ് എന്നുള്ളത്. അതിന് ഞങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് പാത്രമുണ്ട്. തങ്കത്തിന്റെ പാത്രം വേറെയാണ്, ലില്ലിയുടെ പാത്രം വേറെയാണ്, ലില്ലിയുടെ സ്റ്റാൻഡ് വേറെയാണ്, തങ്കത്തിന്റെ സ്റ്റാൻഡ് മറ്റേ ഉള്ളിപ്പാത്രം, ഇതൊക്കെ വേറെ വേറെയാണ്. പേരുകളുണ്ട്, ലില്ലിയുടെ അടുക്കള, തങ്കത്തിന്റെ അടുക്കള, തങ്കത്തിന്റെ ഹാള്, അങ്ങനെ. അപ്പൊ ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനിടയിൽ ഇപ്പൊ രാജശേഖരൻ ഉൾപ്പെടെ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ തേടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയും നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഈ 6 വർഷത്തില് നമ്മൾ കണ്ട സന്തോഷങ്ങൾ. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും ആവാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാല് അത് എന്തൊരു ബോണസാണ് ദൈവം തന്നത്. അത് ഈ അളിയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മാത്രം ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോ അതൊക്കെ ഭയങ്കര. ഇപ്പൊ എനിക്കായാലും ചേച്ചിക്കായാലും ഞങ്ങൾ എത്ര വർഷങ്ങളായിട്ട് ഞങ്ങള് പേടിയില്ലാതെ ജീവിക്കുന്നു. മാസം ഇത്രയും നമുക്ക് നാളെ എന്ത് ചെയ്യും, എനിക്ക് രോമാഞ്ചം നമുക്ക് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പേടിയില്ലാതെ ഓരോ മാസങ്ങൾ നമ്മൾ തള്ളി നീക്കുന്നുണ്ട്. അത് ഈ ഒറ്റ ഈ അളിയൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടാണ്. കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ 1300 എപ്പിസോഡ് എന്ന് പറയുന്നത് ഇനി ഒരുപാട് എപ്പിസോഡുകൾ താണ്ടി പോട്ടെ. ഞാൻ എണ്ണ ഒന്നും പറയുന്നില്ല. പേടിയില്ലാതെ ജീവിതാവസാനം വരെ ജീവിക്കാൻ സാധിക്കട്ടെ. അതുപോലെ ഞങ്ങളുടെ പ്രേക്ഷകര്, അയ്യോ ഇവിടെ ഷൂട്ട് നടക്കുമ്പോ വന്ന ഒരു പ്രാവശ്യം വരണം. ഞങ്ങളെ കാണാൻ, ഞങ്ങൾക്ക് മധുരം കൊണ്ട് തരാൻ എത്രയോ ആളുകൾ വരും എന്നറിയോ. ഒരുപാട് പേര് ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പം ഞാൻ വന്ദേ ഭാരതിന് വരാൻ നിൽക്കുമ്പോൾ വേറൊരു ട്രെയിൻ വന്ന് നിന്ന് AC ഒരു ലേഡി ഓടി വന്ന് പുറത്തിറങ്ങി ട്രെയിൻ എടുക്കാൻ ഓടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ദുബായിലാണ്, ഞങ്ങൾ കാണും, എല്ലാരും തിരക്കിന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ഒറ്റ പോക്ക് പോയി. അതാ ഇവിടെ മിക്കവാറും ആൾക്കാർ. എനിക്ക് ഇതുപോലൊരു അനുഭവം, ഇപ്പം സൈബർ അറ്റാക്ക് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ കോട്ടയത്തോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ വന്ന് കയ്യിൽ പിടിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ കാണാം, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ ഭയങ്കര കത്തിക്കയറി നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ സ്നേഹം ഭയങ്കരമായിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഈ പറയുന്ന പോലെ ഇതിന്റെ ഡബിളായിരുന്നു ഞാൻ നേരിട്ടത്. ആ സമയത്തൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന പ്രേക്ഷകർ, അന്ന് എന്നെ കാലുറപ്പിച്ച് നിർത്തിയത് അളിയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്, പ്രത്യേകിച്ച് കൗമുദി ചാനൽ. അന്ന് ആ ചാനൽ പറയുവാണ്, ഇത്രയും നെഗറ്റീവുള്ള ഒരാളെ ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് വേണ്ട എന്ന് പറഞ്ഞാല് എന്റെ കരിയർ, എന്റെ ജീവിതം എല്ലാം നിന്ന് പോയേനെ. പക്ഷെ അന്നും ഇന്നും ചാനൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രേക്ഷകർ. ഇതൊന്നും കണക്കിലെടുക്കാതെ ഏത് നമ്മളൊരു ഇതിട്ടാലും ഞങ്ങളുടെ തങ്കം എന്ന് പറഞ്ഞ് അതിനകത്ത് ഇതുണ്ടാവും, കമന്റ് ഉണ്ടാവും. അപ്പോൾ ഇവര് തരുന്ന സ്നേഹം എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എവിടെ ചെന്നാലും അത്രക്ക് അവരവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ നമ്മളെ കാണുന്നത്, അത്രക്ക് സ്നേഹം. അപ്പോൾ ഇനിയും ഇതേപോലെ ഞങ്ങളുടെ കൂടെ നിൽക്കണം. പ്രേക്ഷകർക്ക് കുറച്ചൊക്കെ ഒരു മുഷിച്ചിലുണ്ടായി എന്ന് തോന്നുന്നു പ്രോഗ്രാമിന്റെ ഇതിനകത്ത്. പുതിയ രീതിയിലോട്ടൊക്കെ ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് ഇതിനകത്ത് ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നത്. ഞാൻ മെമ്പറായതും ക്ലീറ്റോ പുതിയ ജോലിയിലേക്ക് പോകുന്നതൊക്കെ കഥ വേറൊരു ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പറയണം. എപ്പോഴും സ്നേഹമാണ്. സ്നേഹം. താങ്ക് യു. താങ്ക് യു. ബൈ.